ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു പലാസോ പാൻറ്റിനെ ഒരു ചുരിദാറാക്കിയിട്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് പോണു. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ തുണി വരുന്നത് ഷിഫോണിൻ്റെ തുണിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ആയിട്ട് വരുന്നൊരു പലാസോ ആണ്. നല്ല ലെങ്ത്തിൽ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നൊരു പാൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഒരു ഭാഗം ഫ്രണ്ടും ഒരു ഭാഗം ബാക്കുമായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇതിൽ നിന്ന് ആദ്യം തന്നെ നമുക്കിതൊന്ന് നടുവിൽ നിന്നൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈൻ വെട്ടിയെടുക്കാം കേട്ടോ. നമ്മളിതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ പാൻറ്റിൻ്റെ ആ ഒരു കറക്റ്റ് നടുവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു അരഭാഗം ഇങ്ങനെ ഈ ഒരു പട്ട കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു നടുഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, ഈ പട്ടയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി നമുക്ക് ഈ തുണി ഒന്ന് നിവർത്തിയിടാം കേട്ടോ. നടുവിലും വെട്ടിയെടുത്തു, അരഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അരപ്പട്ട. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. ഒന്ന് വെട്ടി നമുക്ക് എടുത്താൽ മതി. രണ്ട് കാലിൻ്റെയും ഈ ഒരു ഭാഗം നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ പാൻറ്റ് അഴിച്ചിട്ട് കഴിയുമ്പോൾ ഇത്രയ്ക്ക് വലിയ 2 പീസ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള 2 പീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത്രയും വലിയൊരു ഭാഗം നമുക്ക് ഇത്രയും ചുരിദാറിന് വേണ്ട, ടോപ്പ് അടിക്കാനായിട്ട് ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും ഉള്ള കാരണം നമുക്ക് ലൈനിങ്ങും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഇനി ഇത് ചുരിദാർ ഒരു അളവ് എടുത്തിട്ട് നമുക്ക് വെട്ടാം കേട്ടോ. നമ്മളൊരു അളവ് ചുരിദാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഇടാം കേട്ടോ. നമ്മൾ അഴിച്ചിട്ട തുണിയുമേ അളവ് ചുരിദാർ വെച്ചിട്ട് നമുക്ക് ഇനി ഇത് ശരിക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തയ്യൽ തുമ്പൊക്കെ വിട്ട് അടിയിൽ മടക്കി വയ്ക്കാനുള്ള ഭാഗം വിടുക. നമുക്കിത് നന്നായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കുറവുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇത്രയും കുറവുണ്ട് കേട്ടോ. ഇത്രയും ഭാഗമുള്ളൂ തുണി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടേക്കുള്ള ഭാഗം കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ തുണി. നമുക്ക് ഇതിൽ നിന്നൊരു കട്ട് പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെട്ടിയിട്ട് നമുക്ക് അവിടെ ഒരു കട്ട് പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്ന് ചെറിയൊരു വർക്കും ചെയ്യുന്നുണ്ട്. നമുക്ക് ഫൈനലായിട്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ തുണീനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചുരിദാറിൻ്റെ ഒരു അളവിന് കഴുത്തും ഷോൾഡറൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുറവ് നമ്മളൊരു കട്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ കാണാതിരിക്കണമെങ്കിൽ, ഈ വെട്ടിയ ഭാഗം കാണാതിരിക്കണമെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ കൈയും കഴുത്തൊക്കെ ഒന്ന് അടിച്ച് ഉള്ളിൽ ലൈനിങ്ങൊക്കെ വെച്ചിട്ട് അടിക്കാം. ചുരിദാറിൻ്റെ കഴുത്തൊക്കെ നമ്മൾ അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കൈക്ക് ഇത്രയും വലിയൊരു പീസ്, ഇതിപ്പോൾ ഇത്രയും വലിയൊരു കൈയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അത്രയും പീസ് നമുക്കിതിൽ കൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെട്ടുമ്പോൾ സൂക്ഷിച്ച് ആദ്യം തന്നെ വെട്ടുക. കറക്റ്റ് അളവ് നോക്കിയൊക്കെ എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ വേണമെങ്കിൽ ഒരു 3/4 ഭാഗം വരെ നമുക്ക് ഇതിനൊക്കെ കിട്ടും കേട്ടോ. 3/4 അതിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ബാലൻസ് ഇനി ഉണ്ട് കൈക്ക്. നമ്മൾ ഇത്രയും വലിയൊരു കൈ ഇതിൽ നിന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെട്ടുമ്പോൾ പാകത്തിന് അളന്ന് ആവശ്യത്തിന് മാത്രം വെട്ടിയെടുക്കുക. അപ്പോൾ എല്ലാത്തിനുള്ള തുണി അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എന്തായാലും കട്ടിങ് ഒരെണ്ണം വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ കട്ടിങ് വെക്കുന്നത് ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയും വെക്കാം കേട്ടോ. അല്ലാതെ താഴേക്ക് കട്ടിങ് വെക്കാൻ നോക്കരുത്. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കട്ടിങ് ഇവിടേക്ക് ഉള്ളത് കുറവുള്ളത് നമ്മൾ വെട്ടിയിട്ട് വേറെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ വെക്കാൻ കിട്ടും. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്താൽ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഈ കട്ടിങ്ങുകളുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നും അറിയാത്തവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടേക്ക് ഒരു ചെറിയ ലേസോ എങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വർക്കുകളൊക്കെ ഇവിടെ ഒരു ചെറിയ നിസ്സാരം വർക്കുകൾ നമുക്ക് ചെയ്തിട്ട് എങ്ങനെ ഭംഗിയാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ കട്ടിങ്ങൊന്നും നമുക്ക് കാണാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു കൈയും ഇതിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്ങും എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലാസോളൊക്കെ നമ്മൾ വലിയ ഫ്ലെയർ ആയിട്ടുള്ള പലാസോളൊക്കെ നമ്മൾ ഇടാണ്ട് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചുരിദാറപ്പോൾ കിട്ടിയിട്ടാണ് നമുക്ക്. വേറെ അടിയിലൊന്നും ഒരു കട്ടിങ്ങുകളും നമുക്ക് വന്നിട്ടില്ല കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഒരു വർക്ക്, ഈ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് ചെയ്യുന്നൊരു വർക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം.